Hello. Magic morning to all. Magic morning. Magic morning. Okay. Magic morning. Okay. Magic morning. Magic Okay. morning. Okay, thank you. Then Magic നമുക്ക് morning. സ്റ്റാർട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് മൺഡേ ആണ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ NLP സർട്ടിഫൈഡ് ട്രെയിനറായ നമ്മുടെ ബി മാജിക്കിന്റെ സ്വന്തം നമ്മുടെ പ്രവീണ മാമിന്റെ സെഷനാണ്. പ്രവീണ മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് എക്സ്ചേഞ്ച് ഓഫർ എന്നാണ്. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് വെൽക്കം മാം. ഗുഡ് മോർണിംഗ് ഗോപിക, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇന്നത്തെ സ്പെഷ്യൽ മോർണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഒരു എക്സ്ചേഞ്ച് ഓഫറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ? അപ്പൊ കഴിയുന്നതും എല്ലാവരും വീഡിയോയിൽ വരാൻ പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വരിക. അല്ലാത്തവര് വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവര് എന്തായാലും ഇന്നത്തെ സെഷൻ കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം കണ്ടെത്തി നിങ്ങൾ അവിടെ സ്വസ്ഥമായിട്ടിരിക്കുക. അതിനുള്ള സമയം കൂടി നിങ്ങൾക്ക് ഞാൻ തരാം. ഈ എക്സ്ചേഞ്ച് ഓഫർ ഒരു സമയം വേണ്ടേ? അപ്പൊ ആദ്യം ആ എക്സ്ചേഞ്ച് ഓഫറിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഈ കഥ പറയുന്നതിന്റെ ഇടയിൽ എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ഒരു 10 മിനിറ്റ്, പോട്ടെ ഒരു 15 മിനിറ്റ് ഒന്ന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രോസസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ? കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഞാൻ മണിസാറിനെ മാത്രമേ കാണുന്നുള്ളൂ. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഓൺ ചെയ്തു തരാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പോ കഥ എങ്ങനെയാണ്? ആ കഥയിലെ വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. കാരണം വ്യക്തിയുടെ പേര് പറയുമ്പോൾ ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ പല മതവിഭാഗവുമായിട്ട് വ്യക്തികളെ കണക്ട് ചെയ്യും. അപ്പം അത് വരാതിരിക്കാനാണ് ഞാൻ ആ വ്യക്തിയുടെ പേര് പറയാറുള്ളത്. അപ്പം അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതായത് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, കുടുംബത്തിലെല്ലാവരും ഉണ്ട്. അപ്പൊ അദ്ദേഹം കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നും അദ്ദേഹം വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം ആഗ്രഹിച്ച രീതിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എന്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഇങ്ങനെയുള്ളൂ, ഞാൻ എല്ലാവരെക്കാളും കൂടുതൽ അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്റെ ദുരിതങ്ങളൊന്നും വിട്ടുമാറുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ അത്രയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരൊക്കെ എന്നേക്കാൾ സുഖത്തിലും സന്തോഷത്തിലും ഒക്കെയാണ് കഴിയുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ ദുരിതങ്ങൾ മാത്രം അങ്ങ് നൽകുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഈശ്വരനോട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ? എന്തുകൊണ്ടാണ് എന്റെ ദുരിതങ്ങൾ മാത്രം എപ്പോഴും എന്നെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്? എനിക്ക് എന്തുകൊണ്ട് ഇതിൽ നിന്ന് മോചനം ഉണ്ടാവില്ല? ഒരു പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടാവും. നമ്മളത് വീട്ടിലായിക്കോട്ടെ, നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ, നമ്മുടെ ജോലിയിലായിക്കോട്ടെ, ഒരു പക്ഷെ നമ്മൾ ഒരുപാട് ഡെഡിക്കേറ്റഡ്, ഈവൻ നിങ്ങൾ ബി മാജിക്കിൽ പോലും മാസങ്ങളോളം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ പോലും ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഒരുപാട് അഫർമേഷൻ ചെയ്യുന്നു, ഞാൻ ഒരുപാട് സമയം ഇതിനെ സ്പെൻഡ് ചെയ്യുന്നു, മെഡിറ്റേറ്റ് ചെയ്യുന്നു, എന്നിട്ട് പോലും എനിക്ക് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല? ഓക്കെ, നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓഫറാണ് നിങ്ങൾക്ക് ഇപ്പൊ വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹത്തിന് ഈശ്വരനിൽ നിന്ന് ഒരു വെളിപാട്, ഒരു മെസ്സേജ് അദ്ദേഹത്തിന് കിട്ടുകയാണ്. ഉറക്കത്തിലാണ് അദ്ദേഹത്തിന് ആ മെസ്സേജ് കിട്ടുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അപ്പൊ ഞാൻ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്, അന്നേ ദിവസം നീ അവിടെ വരും, നിനക്ക് നിന്റെ ദുരിതങ്ങൾക്കുള്ള ഒരു നല്ലൊരു വഴി, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി നിനക്ക് ഞാൻ നൽകാം. അപ്പൊ ഇത് കേട്ടപ്പോ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഇപ്പൊ നിന്റെ ദുരിതങ്ങളെല്ലാം കൂടി ഒരു ഭാണ്ഡക്കെട്ടിലാക്കിയിട്ട് വേണം അന്ന് അങ്ങോട്ട് വരാൻ, എങ്കിൽ മാത്രമേ അതിനൊരു വഴി ഉണ്ടാവുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും. അപ്പൊ ഈശ്വരൻ അതിന് സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് രാവിലെ ഇദ്ദേഹം തന്റെ ദുരിതങ്ങളെല്ലാം ഒരു ഭാണ്ഡക്കെട്ടിലാക്കി, അതെല്ലാം എഴുതി അതൊക്കെ ഒരു ഭാണ്ഡക്കെട്ടിലാക്കി കെട്ടി പുറപ്പെടുകയാണ്. പുറപ്പെട്ട് അവിടെ ചെന്ന് നോക്കുമ്പോ ആ ഒരു സ്ഥലത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ കയ്യിലും ഒരു ഭാണ്ഡക്കെട്ടും ഉണ്ട്. ഇദ്ദേഹം ഇത് കണ്ടപ്പോ ആകെ അന്തം വിട്ടു, ഇതിപ്പോ എന്താ ഇവിടെ നടക്കുന്നത്?
അപ്പൊ ഈശ്വരൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഭാണ്ഡക്കെട്ട് ആ ഒരു സ്ഥലത്ത് ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം അവിടെ കൊണ്ടുപോയി എന്ന് വെക്കും. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് കുറച്ച് സമയം ശാന്തമായിട്ട് ഇരിക്കാൻ പറയും. എല്ലാവരും ഭാണ്ഡക്കെട്ട് എല്ലാവരും ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചിട്ട് തിരിച്ചു വന്ന് അവിടെ ഈശ്വരന്റെ മുന്നിൽ, ദൈവത്തിന്റെ മുന്നിൽ ഇരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് ഞാനൊരു എക്സ്ചേഞ്ച് ഓഫറാണ് നൽകുന്നത്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ അവിടെ ഭാണ്ഡക്കെട്ടിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ദുരിതങ്ങൾ പരസ്പരം മാറ്റാനുള്ള ഒരു അവസരമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ദുരിതങ്ങളല്ലേ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളൂ. ശരി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങൾക്ക് തരാം. അവിടെ വെച്ചിരിക്കുന്ന ഏത് ഭാണ്ഡക്കെട്ട് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് മാറ്റിയിട്ട് ഉള്ളത് നിങ്ങൾക്ക് ഏറ്റിയിട്ട് നിങ്ങൾക്ക് മടങ്ങാം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് കേട്ടതും ഈ വന്നുകൂടിയ ആൾക്കാരൊക്കെ എന്താ ചെയ്തതെന്ന് അറിയാം. അവരൊക്കെ തിരക്ക് പിടിച്ച ഒരു ഓട്ട മത്സരം പോലെ ഓടാൻ തുടങ്ങി. ഓടി വന്ന് അവരൊക്കെ ഓരോ ഭാണ്ഡക്കെട്ടുമായിട്ട് തിരിച്ച് നടക്കുകയാണ്. അപ്പൊ ഇത് കണ്ട് ഈശ്വരൻ അന്തം വിട്ടു. അദ്ദേഹം നോക്കുമ്പോ ഇവരൊക്കെ ചെയ്തത് എന്താണെന്നോ, ഇവരൊക്കെ വെച്ച അവരുടെ ഭാണ്ഡക്കെട്ട് തന്നെ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടായിരിക്കും അവരൊക്കെ അവരുടെ ഭാണ്ഡക്കെട്ട്, അവരുടെ ദുരിതങ്ങളുടെ ഭാണ്ഡക്കെട്ട് മാത്രം എടുത്തത്? അപ്പൊ ഇദ്ദേഹം പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. അപ്പൊ അദ്ദേഹം അത്ഭുതത്തോടു കൂടി നോക്കി കാണുന്നത് ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് ഞാൻ എന്റെ ഭാണ്ഡക്കെട്ട് മാത്രം എടുക്കാൻ തയ്യാറായത്? എനിക്ക് അവിടെ ഒരു എക്സ്ചേഞ്ച് ഓഫർ അദ്ദേഹം നൽകി, യൂണിവേഴ്സ് നൽകിയിരുന്നു, ഈശ്വരൻ നൽകിയിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല? മറ്റു ദുരിതങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ ഒന്നും എടുക്കാതെ എന്റെ ഭാണ്ഡക്കെട്ട് മാത്രം എടുക്കാനുള്ള ഒരു കാരണമുണ്ട്. എന്തായിരിക്കും കാരണം? ആർക്കെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ മനസ്സിലാക്കിയത് എന്റെ ഭാണ്ഡക്കെട്ട് മാത്രമേ ഞാൻ എടുത്തുള്ളൂ, മറ്റുള്ളവരുടേതൊന്നും ഞാൻ എടുക്കാതെ. അത് അദ്ദേഹം മാത്രമല്ല, അവിടെ കൂടി എല്ലാവരും അവരുടേതായ ഭാണ്ഡക്കെട്ടുകൾ മാത്രം എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് ഓടി എന്നുള്ളതാണ് സത്യം. ഇവിടെ ആർക്കെങ്കിലും അതിനൊരു ഉത്തരം പറയാനുണ്ടോ? മനസ്സാർ എന്തോ പറയാൻ തുടങ്ങും തോന്നുന്നു. മനസ്സാറെ പറഞ്ഞോളൂ. അപ്പം മറ്റുള്ളവരെക്കാട്ടിയും ബെറ്റർ നമ്മുടെ ജീവിതം തന്നെയാണെന്നുള്ളതാണ്. ഓക്കെ, അതൊരു ഉത്തരമാണ്. ശരി, അപ്പൊ മറ്റുള്ളവർക്ക് അങ്ങനെ അദ്ദേഹം വിശ്വസിക്കുന്നു എന്നാണ് മനസ്സാർ പറഞ്ഞത്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? ഹായ് മാം. പറയും. ഹായ്. നമ്മുടെ ദുഃഖങ്ങള് എന്തായാലും നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞ പ്രയാസങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, അത് നമുക്ക് അനുഭവിക്കാൻ എന്തായാലും കെൽപ്പുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാമല്ലോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോ വീണ്ടും അത്. ഓക്കെ, ഇത് രണ്ടുപേരുടെയും ഉത്തരം കൂട്ടിച്ചേർത്ത് ഇദ്ദേഹം കണ്ടെത്തിയ ഒരു ഉത്തരത്തിലേക്ക് നിങ്ങൾ നയിക്കണം. എന്തായാലും ഇതിലൊന്ന് റെസ്പോണ്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷം. അപ്പൊ അദ്ദേഹം തിരിച്ചറിഞ്ഞത് ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് ഞാൻ എന്റെ ഭാണ്ഡക്കെട്ട് എടുക്കാൻ തയ്യാറ്? നമ്മളെല്ലാവരും ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമുക്ക് ഈ ജീവിതത്തിൽ അങ്ങനെ കടന്നു പോകേണ്ടിയും വരും. അപ്പോ നമുക്കറിയാം നമ്മുടെ ദുരിതങ്ങൾക്കുള്ള കാരണവും അതിന്റെ ചുറ്റുമുള്ള പരിസ്ഥിതികളും നമുക്ക് വളരെയധികം പരിചിതമാണ്, ശരിയല്ലേ? ഒരു സാമ്പത്തികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ലോണാണ് നമ്മൾ എടുക്കണമെങ്കിൽ ആ ലോൺ എങ്ങനെ അടച്ചു തീർത്താൽ എനിക്കത് മുഴുവൻ വീട്ടാം, അല്ലെങ്കിൽ അതിനുള്ള പരിഹാരവും അതിന്റെ പ്രശ്നങ്ങളും നമുക്ക് വളരെയധികം പരിചിതമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ നമ്മൾ ഈ കയ്യിലുള്ള നമ്മളുടെ ദുരിതം മാറ്റി മറ്റൊരു ഭാണ്ഡക്കെട്ട് എടുക്കുമ്പോൾ ആ ദുരിതങ്ങൾക്ക് പിന്നിലുള്ള കഥ നമുക്കറിയില്ല, അതിന് പിന്നിലുള്ള കാരണം നമുക്കറിയില്ല, നമുക്കതുമായിട്ട് യാതൊരു പരിചയവും ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ എക്സ്ചേഞ്ച് ഓഫർ സ്വീകരിക്കാതെ സ്വന്തം ഭാണ്ഡക്കെട്ടുമായി തിരിച്ചു പോകുന്നത്. കാരണം എന്റെ ദുരിതം എനിക്കറിയാം, അതിന് പിന്നിലുള്ള കാരണവും അത് എങ്ങനെ മുഴുവനായി പരിഹരിക്കാം എന്നുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്. പക്ഷെ അതിലൂടെ കടന്നു പോകുന്ന കുറച്ച് നിമിഷങ്ങൾ എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഞാൻ ഇത്തരത്തിൽ പ്രാർത്ഥിക്കാൻ ഇടയായത്. ഓർക്കുക, നമ്മുടെ ദുരിതം പ്രയാസമേറിയതാണെന്ന് പറയുമ്പോൾ നമുക്ക് അതിനുള്ള എല്ലാ പരിചയം, അതിനെക്കുറിച്ച് പൂർണ്ണമായ അവബോധമുണ്ട്, നമുക്കത് പരിചിതമാണ്. പക്ഷെ ഇത് പറഞ്ഞ് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ദുരിതത്തിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതിനുള്ള പരിഹാരങ്ങൾക്ക് പിന്നാലെ പോകാതെ എനിക്ക് മാത്രം എന്തുകൊണ്ട് എന്ന് പറഞ്ഞ് ആവലാതികളോട് കൂടി ഇരിക്കുമ്പോൾ ഒരു എക്സ്ചേഞ്ച് ഓഫറും നമുക്ക് വേണ്ട രീതിയിൽ
ഉപയോഗിക്കാനാകില്ല എന്നുകൂടി ഓർക്കുക. ഇത്തരം അവസരങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മെഡിറ്റേഷനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കഥ കഴിയുമ്പോഴേക്കും നിങ്ങൾ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുകയോ ഒന്ന് കാമായിട്ട് ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റാണ്ട് ഏറ്റവും നല്ലതാണ്. കാരണം ഇത്തരം അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഓരോ നിമിഷവും കടന്നു പോകുന്നുണ്ട്. ആ അവസരങ്ങളിൽ അത് മനസ്സിലാക്കി പൂർണ്ണമായും യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എനിക്ക് നൽകിയതെല്ലാം എന്റെ നന്മയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തിരിച്ചറിയാൻ മനസ്സിലാക്കി മെഡിറ്റേഷനോടെ നിങ്ങൾക്ക് ഓരോ നിമിഷവും കടന്നു പോകാൻ ഒരു എളുപ്പമാർഗം കൂടിയാണ്. ഈ ദുരിതങ്ങൾക്കൊക്കെ അപ്പത്തി തിരിച്ചറിഞ്ഞപ്പോൾ ഈ വ്യക്തി ഈശ്വരനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നീ എനിക്ക് തന്നതെല്ലാം എന്റെ നന്മയ്ക്കാണ്, നീ തരുന്നതെല്ലാം എന്റെ നന്മയ്ക്കായിരിക്കണമല്ലോ, അതുകൊണ്ടല്ലേ നീ എനിക്ക് അവ നൽകുന്നത്. ഒരിക്കൽ കൂടി ഇദ്ദേഹം ഈ എക്സ്ചേഞ്ച് ഓഫർ സ്വീകരിക്കാതെ അത് തിരിച്ചറിഞ്ഞപ്പോ, തന്റെ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോ ഈശ്വരനോട് പ്രപഞ്ചത്തിനോട് പറഞ്ഞ വാക്കുകളാണിത്: നീ എനിക്ക് തന്നതെല്ലാം എന്റെ നന്മയ്ക്കാണ്, നീ തരുന്നതെല്ലാം എന്റെ നന്മയ്ക്കായിരിക്കണമല്ലോ, അതുകൊണ്ടല്ലേ നീ എനിക്ക് അവ നൽകുന്നത്. ഇത് പറഞ്ഞ് അദ്ദേഹം ഒരു മെഡിറ്റേഷനിലേക്ക് പോവുകയുണ്ടായി. ആ മെഡിറ്റേഷനാണ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിരുന്നത്. വളരെ റീസെന്റ് ആയിട്ട് ഒരു മാസത്തിനുള്ളിൽ ഞാൻ പഠിച്ച മെഡിറ്റേഷനാണ്. കേട്ടപ്പോ ഓരോ നിമിഷവും ചിലപ്പോൾ നമ്മൾ കടന്നു പോകുമ്പോൾ, ഒരു പിടച്ചിൽ തോന്നുമ്പോൾ, ഒരു വിഷമം തോന്നുമ്പോൾ കടന്നു പോകാൻ നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ വളരെ സ്വീകാര്യമായിരിക്കും. അപ്പൊ നമുക്കതൊരു 15 മിനിറ്റ് സമയം, ഇന്ന് മറ്റൊന്നും നമ്മൾ ഷെയർ ചെയ്യുന്നില്ല, ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ നിമിഷവും നമ്മുടെ സേഫ് സാറിന്റെ മെഡിറ്റേഷനിൽ പറഞ്ഞു, എവറി ഡേ ആൻഡ് ഇൻ എവറി വേ ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഓരോ നിമിഷവും ഓരോ തരത്തിലും ഞാൻ കടന്നു പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് കരുത്ത് നൽകാൻ ഈ ഒരു മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും തീർച്ചയാണ്. അപ്പൊ എല്ലാവരും കൈയും കാലൊക്കെ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ സീറ്റിൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഒരു 10 മിനിറ്റില് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ കാണുക. നിങ്ങളുടെ രൂപം, നിങ്ങളുടെ മുഖം നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ആവരാധികൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമായി നമ്മളോട് നമ്മൾ ക്ഷമിച്ചുകൊണ്ട് നമ്മൾ അവസാനത്തെ മെഡിറ്റേഷനിലേക്ക് കടക്കും. അപ്പൊ ആദ്യത്തെ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് ഇത്ര മാത്രം: കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കൈകൾ ക്രോസ് ചെയ്ത് വെക്കരുത്, ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ കാലുകളിൽ വെക്കാം, കാലുകൾ നിലത്ത് മുട്ടിയിരിക്കണം, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുക. പാദത്തെ മ്യൂസിക് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലോർത്ത് വരികളിലൂടെ കടന്നു പോകണം. ഒരു പക്ഷെ ചിലപ്പോൾ സങ്കടം വരാം, അത് കരഞ്ഞ് തന്നെ തീർക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത മെഡിറ്റേഷൻ പ്ലെയിൻ മ്യൂസിക് ആണ്. അത് കേൾക്കുമ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രപഞ്ച ശക്തി ഉണ്ടാവും, അതിനെ നിങ്ങൾക്ക് അതേ പേര് ചൊല്ലി പിടിച്ച് ആ പേര് നിങ്ങൾ പറയണം എന്ന് നിർബന്ധമാണ്. മറ്റൊരു ചിന്തയും വരാതെ. ഈ ചിന്തകൾ വരും, സ്വാഭാവികമാണ്, നമ്മൾക്ക് മനുഷ്യന്മാരാണ്. ആ ചിന്തകൾ വരുമ്പോ നിങ്ങൾ ആരെയാണോ മനസ്സിലൂടെ ഏറ്റവും അധികം ധ്യാനിക്കുന്നത്, ഏത് പ്രപഞ്ച ശക്തിയാണോ അദ്ദേഹത്തെ പേര് ചൊല്ലി വിളിച്ച് ആ ഒരു ധ്യാനത്തിലൂടെ ഒരു 5 മിനിറ്റ് കടന്നു പോവുക. എല്ലാവരും റെഡി ആണല്ലോ? ഇത് നിങ്ങൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം. ഓക്കെ, റെഡി? അപ്പൊ വീഡിയോ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണുകൾ അടച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊന്ന് ഇരിക്കുക. ഞാൻ ആ മ്യൂസിക് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരുന്നതാണ്. അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുക. ഇന്ന് നമ്മൾ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ഒരു ഫീഡ്ബാക്കും നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ വോയിസ് ആയിട്ട് ഗോപികയുടെ അടുത്ത് ഷെയർ ചെയ്താൽ മതി. ഗോപിക എനിക്ക് ഷെയർ ചെയ്ത് തന്നോളും. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യേണ്ടതില്ല. കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അതിലിരുന്ന് പിന്നെയും ഒരു ക്ലാസ് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. റെഡി? എല്ലാവരും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. കൈയും കാലും ഓപ്പൺ ചെയ്ത് ഇരിക്കുക. ഒരിക്കലും ക്രോസ് ചെയ്ത് വെക്കരുത്. എന്നിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് 3 പ്രാവശ്യം നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ്, ബ്രീത്ത് ഔട്ട്. 3 പ്രാവശ്യം നിങ്ങൾ ചെയ്യും. ഇപ്പോ ഈ വീഡിയോയിൽ കണ്ടതുകൊണ്ട് ഞാൻ പറയണം, സുബ്രഹ്മണ്യ സാറ് ഒന്നിങ്ങനെ ചൊറിഞ്ഞു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് പല ഡിസ്റ്റർബൻസും ഇവിടെ വരും. ചിലപ്പോൾ ചൊറിയും, എന്തെങ്കിലും അവസ്ഥകൾ ബുദ്ധിമുട്ട്, കാലും കൈക്ക് വേദന തോന്നും. അതൊന്നും ശ്രദ്ധിക്കേണ്ട. കാരണം ഈ ചൊറിച്ചിൽ വന്നാലും വേദനകൾ വന്നാലും ഒന്നും നമ്മൾ പെട്ടെന്ന് ആരും ചൊറിച്ചിൽ വന്നാലൊന്നും മരിച്ചു പോകില്ല എന്ന് ഓർക്കുക. അതിന്റെ വഴിക്ക് വിടുക.
കൈയും കാലും ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കാം. നിങ്ങളെ മനസ്സിൽ കാണുക. പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളോട് നിങ്ങൾ ചെയ്തു പോയ എപ്പോഴെങ്കിലും അറിയാതെ പറഞ്ഞു പോയ വാക്കുകൾക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് നമുക്ക് മെഡിറ്റേഷനിൽ കടക്കാം. മനസ്സിലുണ്ട് കിണറ് വീഴുമ്പോൾ മനസ്സിൽ ഹൃദയത്തിൽ നിറയുന്ന ഹൃദയത്തിൽ നിറയുന്ന സ്നേഹമോടെ സമർപ്പിക്കുന്നിതായി പൂർണ്ണമായി. തളിരിടും പൂമരം പോലെ അതിൽ ഇതളിടും പൂവുകൾ പോലെ ജീവിതം തളിരിട്ട് മനസ്സുണർത്താൻ പോലെ ശക്തി ജീവൻ ശക്തി
ഹൃദയത്തിൽ നിറയുന്ന സ്നേഹമോടെ വാഴ്ത്തുന്നിതാ നിന്നെ എന്നും സമർപ്പിക്കുന്നിതാ എന്നെ ഞാനതിൽ ഖേദിക്കുന്നു എന്നോട് ക്ഷമിച്ചിടുന്നു ഹൃദയത്തിൽ നിറയുന്ന തീയോട് ഹൃദയത്തിൽ നിറയുന്ന സ്നേഹമോടെ വാഴ്ത്തുന്നിതാ നിന്നെ എന്നും സമർപ്പിക്കുന്നിതാ എന്നെ പൂർണ്ണമായി പ്രപഞ്ച ജീവന ശക്തി ജീവന ശക്തി ജീവന ശക്തി അതേ പൊസിഷനിൽ തന്നെ കണ്ണുകൾ അടച്ച് ശാന്തമായിട്ടിരിക്കുക. അടുത്തൊരു മ്യൂസിക് ഞാൻ പകർന്നു നൽകുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ച ശക്തിയുടെ പേര് ചൊല്ലി മനസ്സിൽ ഉരുവിട്ട് ആ പേരിൽ മാത്രം ശ്രദ്ധിച്ച് കുറച്ചു സമയം അങ്ങനെ ആ മ്യൂസിക്കിനോടൊപ്പം യാത്ര ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ച ശക്തിയുടെ പേര് മനസ്സിൽ ഉരുവിട്ട് അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് സ്വയം സമർപ്പിക്കും. മറ്റു ചിന്തകൾ മനസ്സിലേക്ക് വരികയാണെങ്കിൽ ആ പ്രപഞ്ച ശക്തിയുടെ പേര് മനസ്സിൽ ഉരുവിട്ടേ കഴിയുമെങ്കിൽ അത് ഉറക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചു സമയം അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചു.
കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഒരു 2 മിനിറ്റ് നിങ്ങൾ അതേ അവസ്ഥയിൽ തുടരുക. നീ എനിക്ക് തന്നതെല്ലാം എൻ്റെ നന്മയ്ക്കായിരുന്നു. നീ തരുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കായിരിക്കണമല്ലോ. അതുകൊണ്ടല്ലേ നീ എനിക്ക് അവ നൽകുന്നത്. അത് തിരിച്ചറിയാൻ എനിക്ക് നൽകിയ ഈ നിമിഷത്തിന്, പ്രപഞ്ചത്തിന്, അതിലേക്കായി എന്നെ വഴി നടത്തിയ വ്യക്തികൾക്ക്, സാഹചര്യങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി, നന്ദി, നന്ദി. 1 മിനിറ്റ് നേരം മനസ്സിൽ തുരുവിട്ടുകൊണ്ട് കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുക.
ഓർക്കേണ്ടത് ഇത്രമാത്രം, നമ്മൾ ഇനിയും യാത്രകൾ ഏറെ നടത്തേണ്ടവരാണ്. ആ യാത്രകളിൽ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ നേരിടേണ്ട വ്യക്തികളാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പ്ലെയിൻ മ്യൂസിക് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിടുക. യാത്രയിൽ നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് നിങ്ങളെ പിടിച്ചടയ്ക്കുമ്പോൾ, നിങ്ങൾക്കൊരു സങ്കടം വരുമ്പോൾ ഇതാരോട് പറയും? പ്രപഞ്ചശക്തി മാത്രം ധ്യാനിച്ച് ആ പേര് ഉരുവിട്ടുകൊണ്ട് ഈ മ്യൂസിക് കേട്ടുകൊണ്ടേയിരിക്കുക. കാരണം നമുക്ക് എല്ലാം സമർപ്പിക്കാൻ പറ്റുന്നത് പ്രപഞ്ചശക്തിയിൽ മാത്രമാണ്. എപ്പോഴും എല്ലായ്പ്പോഴും നമ്മളെ കേൾക്കാൻ വ്യക്തികൾ മുന്നിൽ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പൊ വളരെ അടുത്ത് പഠിച്ചൊരു മെഡിറ്റേഷനാണ്. അപ്പം അത്തരത്തിൽ നമ്മളെ സമർപ്പിക്കുക, നമ്മളോട് എപ്പോഴും മാപ്പുകൾ ചോദിക്കുക. യാത്രകൾ മുന്നോട്ട് തന്നെ നീങ്ങട്ടെ. എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഞാനതിന് സമയം കിട്ടുമോ എന്ന് നോക്കിയിട്ടാണ് വിചാരിച്ചത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഷെയർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് യൂട്യൂബിൽ നിന്ന് പ്ലെയിൻ മ്യൂസിക് ആയിക്കോട്ടെ കണ്ടെത്തുക, ഡൗൺലോഡ് ചെയ്തിടുക. ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ട്. ഞാനിത് പഠിച്ചതിന് ശേഷം സ്ഥിരമായി രാവിലെയും വൈകിട്ടും ഉറങ്ങുന്നതിന്റെ മുന്നേ, കിടക്കുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് ഇത് കേട്ടുകൊണ്ട് ഉറക്കത്തിലേക്ക് പോകാം. ഡൗൺലോഡ് ചെയ്തിട്ടാൽ പിന്നെ നെറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഡൗൺലോഡ് ചെയ്തിടണം എന്ന് പറയാനുള്ള കാരണം. രാവിലെയും അതുപോലെ എഴുന്നേറ്റ് ഉടനെ വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ. ഓക്കെ, താങ്ക് യു പ്രവീണ മാം, സോ മച്ച്. താങ്ക് യു മാം. എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. താങ്ക് യു മാം. ഓക്കെ, ഷീജ മാം എന്തെങ്കിലും പറയാനൊന്നുമില്ല, നന്നായി ചെയ്തു. ഗ്രേറ്റ്, താങ്ക് യു. ദെൻ വേറെ ആരെങ്കിലും? ഗുഡ് മോർണിംഗ്. വളരെ നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്. സാധാരണ നമ്മൾ എന്നും ക്ലാസ് ഇങ്ങനെ കേൾക്കാറുണ്ട്. ഇന്ന് കേട്ട ക്ലാസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. നല്ല റിസൾട്ട് ആയിരുന്നു. താങ്ക് യു. വെൽക്കം നൗഫൽ, താങ്ക് യു. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു സർ. നല്ലൊരു മെഡിറ്റേഷൻ ആയിരുന്നു. നല്ല ഒരു ഫീലിംഗ് ആണ് വന്നത്. മൗനം വാചാലം എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിലും അത് നമ്മളെ പാണ്ടക്കെട്ട് അവിടെ ഇറക്കി വെച്ച പോലെയാണുള്ളത്. ഒരു റിലാക്സേഷൻ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ഫീലിംഗ് വന്നിട്ടുണ്ട്. ഒരു ഹാപ്പി മൂഡിലേക്ക് എത്താൻ പറ്റി ലാസ്റ്റിൽ. അപ്പോൾ നമുക്ക് ആരെങ്കിലും ഉണ്ട്, നമ്മളെ കൂടെ ഉണ്ട് എല്ലാം എന്നുള്ള ഒരു ആത്മവിശ്വാസം തോന്നി. നമുക്ക് നമ്മളെ ദുരിതങ്ങളും അല്ലെങ്കിൽ പ്രയാസങ്ങളും വരുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കൂടെ തന്നെ ഒരാളുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അതായത് നല്ലൊരു മെഡിറ്റേഷൻ ആയിരുന്നു. കുറച്ച് സമയം പോയത് അറിഞ്ഞിട്ടില്ല. വേറെ ചിന്തകളൊന്നും ഉണ്ടായില്ല. ശരീരം പോലും മറന്ന പോലെയാണ് ഉണ്ടായത്. ബ്രീത്തിങ് മാത്രം ഉണ്ടായി എന്നുള്ള ഒരു എഫക്റ്റാണ് ഉണ്ടായത്. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു മനു സർ. മനു സാർക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ലില്ല. ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു. അതാണ്. ഓക്കെ, താങ്ക് യു മനു സർ, താങ്ക് യു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടായിരുന്നോ? ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം കേട്ടോ. അല്ലെങ്കിൽ പ്രവീണ മാം പറഞ്ഞ പോലെ എന്തെങ്കിലും വോയിസ് നോട്ടായിട്ട് ഷെയർ ചെയ്യാണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രവീണ മാമിന് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തോളാം. തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ അതിന്റെ ഉള്ളിലായിരിക്കാം, അതിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടാവും, പല ചിന്തകൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ റിലാക്സ് ചെയ്യൂ, സമയം എടുക്കൂ. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചാൽ. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച് ടീം. എനിവേ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഓക്കെ, എല്ലാവരും ലീവ് ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ഷെയർ ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. Thank you also. താങ്ക് യു മാം. താങ്ക് യു മാം.